എന്തോ പറയുന്ന കൂട്ടുകാരെല്ലാം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലായിടം മഴയൊക്കെ ഉണ്ടോ? നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ അടുത്തൊക്കെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല മഴ. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. ഇപ്പം എല്ലാം ഉച്ചകരിഞ്ഞ് മഴയാണ് കേട്ടോ. ഇന്നലെ ഇതുപോലെ അമ്പലത്തിൽ പോകാനായിട്ടെല്ലാം തയ്യാറായി. 2 വിളക്ക് മേടിച്ചു കൊടുക്കാൻ നേർച്ച ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ട് അമ്പലത്തിലും പോകാമെന്നും പറഞ്ഞ് എല്ലാം തയ്യാറായി. കടയിൽ പോകാനായിട്ട് ഒരുങ്ങി. രാവിലെ പോയ കറണ്ടാണ്, പിന്നെ കറണ്ട് വന്നില്ല. അങ്ങനെ ഇരുട്ടത്ത് മാറിയെല്ലാം ഒരുങ്ങി എല്ലാം ഇറങ്ങിയപ്പോഴത്തെ ഭയങ്കര മഴയായിപ്പോയി. വല്ലാത്ത തോരാത്ത ഭയങ്കര മഴയായിരുന്നു. പിന്നെന്താ ചെയ്യാനാ, ഓട്ടോ വിളിച്ച് ഇച്ചിരി ശകലം മഴ തോന്നപ്പോൾ ഓട്ടോ വിളിച്ച് പോയി. പിന്നെ വിളക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് മോളുമായിട്ടാണ് പോയത്. മോളും പൊടി കൊച്ചുമോളും ഉണ്ടായിരുന്നു. നമ്മൾ 3 പേരും കൂടെ ഓട്ടോയിൽ പോയി വിളക്കം മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ അമ്പലത്തിൻ്റെ അവിടെ ഇറങ്ങി. മോളിഞ്ഞ് പോന്ന്. അങ്ങനെ പിന്നെ നട തുറക്കുന്നതേ ഉള്ളായിരുന്നല്ല. പോറ്റിയൊക്കെ വന്ന് നട തുറന്ന് അല്ലേ നട തുറക്കുന്നേ ഉള്ളായിരുന്നു. പിന്നെ അവിടെ നിന്ന് രസീത് എഴുതിച്ച് പിന്നെ പോറ്റി പൂജിച്ച് കൈ തന്നിട്ട് പറഞ്ഞ് 3 ചുറ്റിനും നടക്കണമെന്ന് പറഞ്ഞു വിളക്കും കൊണ്ട്. അങ്ങനെ 3 ചുറ്റിനും ഒഴിഞ്ഞ് കൊണ്ടുവച്ച് തൊഴുത് എല്ലായിടവും നേർച്ചയിട്ട് അങ്ങനെ പിന്നെ വീഡിയോ പിടിച്ച് അറിയാവുന്ന പോലൊക്കെ വീഡിയോ പിടിച്ചിട്ട് പിന്നെ പെട്ടെന്ന് അവിടുന്ന് വന്നപ്പോൾ ഒരു 5 തൊട്ടണി വെച്ചപ്പോൾ ഭയങ്കര മഴച്ചാറ്റിൽ നല്ലപോലെ നനയും. അതുപോലത്തെ മഴച്ചാറ്റിലായിരുന്നു. പിന്നെ അവിടെ അടുത്ത് വീട്ടിൽ നിന്നൊരു കുട മേടിച്ച്, നമ്മളറിയുന്ന വീടാണ്. അവിടെ നിന്നൊരു കുടയും മേടിച്ചിട്ട് വീട്ടിൽ കുടയുണ്ടായിരുന്നു. അത് ചേട്ടൻ കൊണ്ടുപോയി പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ. പിന്നെ അവിടെ നിന്ന് അടുത്തുനിന്നൊരു കുട മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ ഇപ്പം വൈകിട്ട് പോയിട്ട് വരുമ്പം തരാം, അല്ലെങ്കിൽ രാവിലെയും കൊണ്ടുവരത്തുള്ളെന്നും പറഞ്ഞ് ഞാനൊരു കുടയും മേടിച്ച് പിന്നെ വേറെ ഒരു അമ്പലത്തിലോട്ട് പോയി. അങ്ങനെ അവിടെയും ചെന്നപ്പം അവിടെ ചെന്ന് പെട്ടെന്ന് സന്ധ്യയായി. എനിക്ക് പേടിയായി പോയി. സന്ധ്യ കഴിഞ്ഞായിരുന്നു, സന്ധ്യമയക്കമായിരുന്നു. അവിടെ ചെന്ന് പിന്നെ നേർച്ചയൊക്കെ അവിടെയും വിളക്കൊക്കെ വെച്ച് എല്ലാം വിളക്കൊക്കെ കത്തിച്ച് എല്ലായിടും നേർച്ചയൊക്കെ ഇട്ട് അവിടെ ഇതുപോലെ പെട്ടെന്ന് ഒരു വീഡിയോയും പിടിച്ച് അവിടെ നിന്ന് വന്നു. എനിക്കാണെ പേടി കൊണ്ട് വയ്യായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. പിന്നെ അവിടെ നിന്ന് വന്ന് പിന്നെ ഭയങ്കര ക്ഷീണമായിപ്പോയി. മഴച്ചാറ്റിലും ഒക്കെ നനഞ്ഞും ഒക്കെ ഭയങ്കര ക്ഷീണമായിപ്പോയി. വന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് കുറച്ച് നേരമൊക്കെ മാറി കിടന്ന് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഇന്നത്തെ കാര്യം പറയണ്ടായോ നിങ്ങളോട് കൂട്ടുകാരോട്. ഇന്ന് രാവിലെ വെളുപ്പിനെ എണ്ണിച്ച് കാപ്പി ഉണ്ടാക്കി. കാപ്പി എന്തുമായിരുന്നു? ഇഡ്ഡലി ആയിരുന്നു. ഇഡ്ഡലിയും റേഷൻ പിന്നെ ഇവിടെ ഇത് ഓണത്തിൻ്റെ പച്ചരി ഉണ്ടായിരുന്നു. അത് ശകലവും കൂടെ ഉണ്ടായിരുന്നു. 1 കിലോ വരുമായിരുന്നു. അങ്ങനെ ഇഡ്ഡലി എടുത്ത് മോള് പറഞ്ഞ അമ്മക്ക് പച്ചരി ഇരിപ്പുണ്ടല്ലോ, നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എനിക്ക് സാമ്പാറും ഇഡ്ഡലിയും ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ പിന്നെ മോള് അരി എടുത്ത് ആട്ടി വെള്ളത്തിലിട്ട് ആട്ടി വെച്ച് ഞാൻ വന്നപ്പോഴത്തെ പിന്നെ സാമ്പാർ ഇന്നലെ വിളക്കിന് പോയപ്പം പച്ചക്കറി മേടിക്കണമെന്ന് ഓർത്ത് പിന്നെ അങ്ങ് മറന്നുപോയി പച്ചക്കറി മേടിക്കാൻ. എന്ത് ചെയ്യാനും പിന്നെ ഇവിടെ അടുത്തൊന്നും കടയൊന്നുമില്ല പച്ചക്കറിക്ക്. പിന്നെ രാവിലെ ചമ്മന്തി ഇഡ്ഡലിയാക്കി. ഇനിയിപ്പം അങ്ങനെ രാവിലെ ചമ്മന്തിയും ഇഡ്ഡലിയൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അയില കറി വെച്ച് പിന്നെ ഒരു തോരൻ വെച്ച് ഇതൊക്കെ ഉള്ളു കേട്ടോ. ഒത്തിരി കറികളൊന്നുമില്ല. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചു. പിന്നെ രാവിലെ കുറേ തൂക്കാനും വരാനും ഉണ്ട്. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം നടക്കുന്നു. ശരിക്കും കരിയിലുണ്ട് കേട്ടോ. ഇവിടെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ റബ്ബറും മടയും പ്ലാവും ഒക്കെ ഉള്ളതുകൊണ്ട് കുറേ കരിയിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തൂത്തുവാരി തുണി കഴുകി ഇങ്ങനെ ഓരോന്ന് ചെയ്ത് നടന്ന് ഉച്ച വരെ ജോലി ചെയ്യുക. പിന്നെ ഉച്ച കഴിയുമ്പം പിന്നെ പെരയ്ക്കകം തൂത്തുവാരിയും പിന്നെ വെള്ളം പിടിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ പല ജോലികളാണ്. പിന്നെ ഉച്ച എല്ലാ ജോലിയും കഴിഞ്ഞാൽ പോയി കുളിച്ചിട്ട് വന്ന് ഇങ്ങനെ ഇരുന്ന് വീഡിയോ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരം വയ്യും. പിന്നെ ഒരു സമയവും ഇല്ല. പിന്നെ വീട്ടുകാരെ എൻ്റെ ബന്ധക്കാരെയും വിളിക്കത്തില്ല, ആരെയും വിളിക്കാൻ സമയം കിട്ടുന്നില്ല. അവരൊക്കെ ഇപ്പം എന്നോട് പറയുമോ നീ കുറേ യൂട്യൂബ് ചാനലും അതുമൊക്കെ തുടങ്ങി വിളിയില്ല പറിച്ചത്, നീയൊക്കെ വലിയ ആളായിപ്പോയി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാം. എന്ത് ചെയ്യാൻ, എനിക്കൊരു ചേച്ചിയും ചേട്ടത്തിയും ഉണ്ട്. അവന് വന്ന് ആങ്ങളമാരും ഉണ്ട്. ചേച്ചിയും ചേട്ടത്തിയൊക്കെ വിളിക്കത്തുള്ളൂ. പിന്നെ ആങ്ങളമാരെയൊക്കെ വല്ലപ്പോഴും ഒക്കെ വിളിക്കത്തുള്ളൂ. അങ്ങനെ അവർ വഴക്ക് പറയും. അങ്ങനെ ഇന്ന് അതൊക്കെയായിരുന്നു സംഭവങ്ങൾ. നിങ്ങളെ കാണിച്ചൊന്നുമില്ല. ചോറും ഉണ്ടത് കാണിച്ചില്ല, കാപ്പി കാണിച്ചില്ല, ഒന്നും കാണിച്ചില്ല. എന്നും കാണിക്കുമ്പോൾ നിങ്ങളൊക്കെ ഓർക്കത്തില്ലയോ, ഇവക്ക് ഇതേ ഉള്ളോ പറയാനും എടുക്കാനും. അതുകൊണ്ട് ഇതൊക്കെ കാണിക്കാത്ത. പിന്നെ ഇനി ചെറിയ വീഡിയോകൾ ചെയ്ത് ഇതിട്ട് കഴിഞ്ഞാൽ ഉടനെ പിന്നെ ചെറിയ വീഡിയോകൾ ഇടും.
ഇതൊക്കെ തന്നെ എൻ്റെ കാര്യങ്ങൾ, അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല. ഇങ്ങനെ തന്നെ എന്താ പറയാനാ കൂട്ടുകാരോട്. എല്ലാ കൂട്ടുകാരും ക്ഷമിക്കണം കേട്ടോ. ഞാൻ വീഡിയോ ചെയ്യുന്നതേ എനിക്കൊന്നും അറിയത്തുമില്ല, ഒന്നും പറയാനും അറിയത്തില്ല. എല്ലാവരും ക്ഷമിക്കണം എന്നോട്. എല്ലാവരും എനിക്ക് ലൈക്ക് തരണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. എല്ലാവരും എനിക്ക് ലൈക്ക് തരണം കേട്ടോ. പിന്നെ എല്ലാവരും എന്തോ പറയുന്നു, ചായയൊക്കെ കുടിച്ചോ? എല്ലാവരും ജോലിക്കൊക്കെ പോയി കാണുമായിരിക്കും. പിന്നെ എല്ലാവരുടെ അച്ഛനും അമ്മയൊക്കെ എന്തോ പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അച്ഛനും അമ്മയൊക്കെ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നലെ അമ്പലത്തിൽ പോയപ്പം കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് വെച്ചാൽ ഒത്തിരി നാളായി അമ്പലത്തിൽ പോയിട്ട്. എനിക്ക് അമ്പലത്തിൽ ഞാൻ അങ്ങനെ പോകത്തില്ല. അത് എല്ലാ ആൾക്കാരും അമ്പലത്തിൽ പൊങ്കാലയിടാനും എല്ലാം പോകും കേട്ടോ. എന്താണെന്ന് അറിഞ്ഞൂട്ടെ, എനിക്ക് അമ്പലത്തിൽ അങ്ങനെ പോകത്തില്ല. പിന്നെ എന്തോ ഒരു മനസ്സ് തോന്നി പിന്നെ അങ്ങനെ ഞാൻ 2 വിളക്ക് നേർന്ന്. അത് വിളക്ക് നേർന്ന പിന്നെ ഒരാവശ്യത്തിന് വേണ്ടിയായിരുന്നു നേർന്നത്. അത് നടക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ മേടിച്ചുകൊണ്ട് കൊടുത്തു. എനിക്ക് അങ്ങനൊരു ഇതുണ്ടായിരുന്നു. നമുക്കത് സാധിച്ചു തരുന്നതിന് മുന്നേ അത് കൊണ്ടുപോയി നടയിൽ വെക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൊണ്ടാണ് പോയത്. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു സത്യം. പിന്നെ എന്തുവാ, കൊച്ചുമോനെ ഇപ്പം മുടി വെട്ടിയിട്ട് വന്ന് കുളിക്കുന്നു. കൊച്ചുമോൾ അംഗനവാടി പോയിട്ട് വന്ന്. ചേട്ടൻ ജോലിക്ക് പോയിട്ട് വന്നില്ല. ഇപ്പം 5:30 വരും. മോള് ചായ ഇടാൻ പോന്നു. ഇതൊക്കെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ. പിന്നെ എൻ്റെ ആൾക്കാരൊന്നും ഇവിടെ അടുത്തൊന്നും കിടപ്പില്ല. എല്ലാവരും അങ്ങ് കായംകുളത്താ. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോഴും പോകത്തുള്ളൂ. പിന്നെ ഇത്രയൊക്കെ ഉള്ളു കഥകൾ. ഇനി വരുന്ന കഥകൾ നമുക്ക് പയ്യെ പറയാം കൂട്ടുകാരോടൊക്കെ കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കണേ. എന്നാൽ ശരി, ടാറ്റാ.